കാനഡയിൽ സ്റ്റുഡന്റ് വിസയിലും വർക്ക് പെർമിറ്റിലും കഴിയുന്ന പ്രവാസി മലയാളികൾക്കും കാനഡയിലേക്ക് പഠനത്തിനായി പോകാൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും അങ്ങേയറ്റം ജാഗ്രത അർഹിക്കുന്ന ഒരു ഇമിഗ്രേഷൻ മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാനഡയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊവിൻസുകളായ ഒണ്ടാരിയോ, ബ്രിട്ടീഷ് കൊളംബിയ എന്നിവിടങ്ങളിൽ വിദേശ വിദ്യാർത്ഥികൾക്കായി നിലവിലുണ്ടായിരുന്ന പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം അഥവാ PNP വഴിയുള്ള പെർമനന്റ് റെസിഡൻസി കോട്ടകളിൽ വലിയ തോതിലുള്ള ഫിൽറ്ററിങ്ങുകളും നിയന്ത്രണങ്ങളുമാണ് പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത്. കാനഡ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് താൽക്കാലിക താമസക്കാരുടെ എണ്ണം നിയന്ത്രിക്കാൻ എടുത്ത കർശനമായ തീരുമാനങ്ങളും പ്രൊവിൻസുകൾ നടപ്പിലാക്കിയ പുതിയ മുൻഗണനാ ചട്ടങ്ങളും ആയിരക്കണക്കിന് പ്രവാസി വിദ്യാർത്ഥികളുടെ കനേഡിയൻ PR സ്വപ്നങ്ങൾക്ക് വലിയ വെല്ലുവിളികളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാനഡയിലെ ഭവന പ്രതിസന്ധി, തൊഴിൽ മേഖലയിലെ ചലനങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ കണക്കിലെടുത്ത് കാനഡ ഗവൺമെന്റ് തങ്ങളുടെ കുടിയേറ്റ നയങ്ങളിൽ വരുത്തിയ കാതലായ മാറ്റിമറിക്കലുകളാണ് ഇതിന് പ്രധാന കാരണം. രാജ്യത്തെ താൽക്കാലിക നിവാസികളുടെ എണ്ണം മൊത്തം ജനസംഖ്യയുടെ 5% കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദേശ വിദ്യാർത്ഥികളുടെ സ്റ്റഡി പെർമിറ്റുകളിൽ കുത്തനെ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത്. എന്നാൽ പഠനം പൂർത്തിയാക്കി പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിലേക്ക് മാറുകയും തുടർന്ന് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വഴി കനേഡിയൻ PR നേടാൻ കാത്തിരിക്കുകയും ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പ്രൊവിൻഷ്യൽ റൂൾ മാറ്റങ്ങൾ ഏറ്റവും വലിയ പ്രഹരമായി മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കാനഡയിലെ ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒന്റാരിയോ പ്രൊവിൻസിൽ ഒന്റാരിയോ ഇമിഗ്രന്റ് നോമിനി പ്രോഗ്രാം അപേക്ഷകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു. മുൻകാലങ്ങളിൽ ബിരുദമോ ഡിപ്ലോമയോ പൂർത്തിയാക്കി ഏതെങ്കിലും മേഖലയിൽ എൻട്രി ലെവൽ ജോലികൾ കണ്ടെത്തിയാൽ ഒന്റാരിയോ ഇമിഗ്രന്റ് നോമിനി പ്രോഗ്രാം ഇന്റർനാഷണൽ സ്റ്റുഡന്റ് സ്ട്രീം വഴിയോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഗ്രാജുവേഷൻ സ്ട്രീം വഴിയോ എളുപ്പത്തിൽ നോമിനേഷൻ ലഭിച്ചിരുന്നു. എന്നാൽ 2026 പൊതുവായ ഡ്രോകൾ പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ടാർഗറ്റഡ് കാറ്റഗറി ഡ്രോകൾക്ക് മാത്രം മുൻഗണന നൽകുകയും ചെയ്യുന്നു. ജനറൽ സ്ട്രീമുകൾക്ക് പകരമായി മാസ്റ്റേഴ്സ്, ഡിപ്ലോമ ബിരുദധാരികൾക്ക് പോയിന്റ് സിസ്റ്റം കുത്തനെ ഉയർത്തുകയും ചെയ്തു. ഹെൽത്ത് കെയർ, കൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡ്, STEM എന്നീ നിർദ്ദിഷ്ട മേഖലകളിൽ NOC തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമാണ് ഒന്റാരിയോയിൽ ഇനി മുൻഗണനാ നോമിനേഷനുകൾ ലഭിക്കുന്നത്. സാധാരണ ബിസിനസ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, സപ്ലൈ ചെയിൻ പോലെയുള്ള കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് ഉയർന്ന CRS സ്കോർ ഇല്ലാത്ത പക്ഷം PR അപേക്ഷകൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മറുവശത്ത് ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിലെ BC-PNP ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ് സ്ട്രീമിലും സമാനമായ കടുത്ത നിയന്ത്രണങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻപ് മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ജോലി ഓഫർ ലെറ്റർ ഇല്ലാതെ തന്നെ സ്ട്രെയിറ്റ് PR നോമിനേഷൻ ലഭിച്ചിരുന്ന വിൻഡോ പൂർണ്ണമായും നിർത്തലാക്കി. പകരം ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് കനേഡിയൻ ഭാഷാ പ്രാവീണ്യം അഥവാ ലാംഗ്വേജ് സ്കോർ CLB 8 മുകളിലായിരിക്കണമെന്നും BCയിൽ സ്കിൽഡ് ജോലികൾ തുടരുന്നവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂവെന്നും ഹോം പ്രൊവിൻസ് വ്യവസ്ഥ ചെയ്യുന്നു. ടെക്, നഴ്സിംഗ്, പ്രൈമറി എഡ്യൂക്കേഷൻ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഒഴിച്ച് മറ്റു വിദ്യാർത്ഥികൾക്ക് BC-PNP ഡ്രോകളിൽ ഇടം പിടിക്കുക അത്യന്തം ദുഷ്കരമായി മാറിയിരിക്കുന്നു. ഈ പുതിയ സാഹചര്യം കാനഡയിലുള്ള മലയാളി വിദ്യാർത്ഥികളെയും നാട്ടിൽ നിന്ന് ഏജൻസി വഴി കാനഡയിലേക്ക് സ്റ്റഡി വിസ എടുക്കാൻ തയ്യാറെടുക്കുന്നവരെയും ഒരുപോലെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. കാനഡയിൽ വെറുതെ ഒരു കോളേജ് പ്രവേശനം നേടി വിദേശത്ത് എത്തുന്നത് കൊണ്ട് മാത്രം ഇനി ഭാവി സുരക്ഷിതമല്ല. പ്രൊവിൻസുകൾ ആവശ്യപ്പെടുന്ന പ്രത്യേക തൊഴിൽ നൈപുണ്യം കയ്യിലില്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിന്റെ 3 വർഷത്തെ കാലാവധി പൂർത്തിയായാലും തിരികെ നാട്ടിലേക്ക് മടങ്ങേണ്ട സാഹചര്യം വന്നേക്കാം. എങ്കിലും കാനഡയിൽ തങ്ങളുടെ PR സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ മലയാളി ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ ഇനിയും ചില ബദൽ മാർഗങ്ങൾ ലഭ്യമാണ്. ഒന്നാമതായി പ്രൊവിൻഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ റൂറൽ ഏരിയ മാറ്റമാണ്. ടൊറന്റോ, വാൻകൂർ തുടങ്ങിയ വൻകിട നഗരങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതിന് പകരം ആൽബർട്ട അല്ലെങ്കിൽ അറ്റ്ലാന്റിക് പ്രൊവിൻസുകൾ പോലെയുള്ള ചെറുകിട നഗരങ്ങളിലേക്കോ റൂറൽ PNP പ്രോഗ്രാമുകളിലേക്കോ മാറുന്നത് വഴി ഇനിയും കുറഞ്ഞ കട്ട് ഓഫ് സ്കോറിൽ നോമിനേഷൻ കരസ്ഥമാക്കാം. രണ്ടാമതായി ലാംഗ്വേജ് സ്കോറുകൾ ഉയർത്തുക എന്നതാണ്. IELTS അല്ലെങ്കിൽ CELPIP പരീക്ഷകളിൽ പരമാവധി യോഗ്യത നേടുന്നത് OINP, BC-PNP പോയിന്റുകളിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കും. കൂടാതെ ഫ്രഞ്ച് ഭാഷാ പഠനം പൂർത്തിയാക്കുന്നവർക്ക് ഫെഡറൽ എക്സ്പ്രസ് എൻട്രി ഡ്രോകളിൽ നേരിട്ട് കാനഡ PR ലഭിക്കാൻ വലിയ അവസരമുണ്ട്. മൂന്നാമതായി ഇൻ ഡിമാൻഡ് കോഴ്സുകളിലേക്കും തൊഴിലുകളിലേക്കും ശ്രദ്ധ തിരിക്കുക എന്നതാണ്. ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്, നഴ്സിംഗ് ലബോറട്ടറി ടെക്നീഷ്യൻ, ഡേറ്റ അനലിസ്റ്റ്, സൈബർ സെക്യൂരിറ്റി, ഇലക്ട്രിക്കൽ, സിവിൽ ട്രേഡ് തുടങ്ങിയ അടിയന്തര ലേബർ ഷോർട്ടേജ് ഉള്ള മേഖലകളിൽ കരിയർ പടുത്തുയർത്താൻ ശ്രദ്ധിക്കുക. കാനഡ ഗവൺമെന്റിന്റെയും പ്രൊവിൻസുകളുടെയും പുതിയ ഇമിഗ്രേഷൻ മാർഗരേഖകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ മാത്രമേ ഈ ഇമിഗ്രേഷൻ പ്രതിസന്ധിയെ മറികടന്ന് വിജയം കൈവരിക്കാൻ സാധിക്കൂ. കാനഡ, US, UK തുടങ്ങിയ വിവിധ വിദേശ രാജ്യങ്ങളിലെ വിസ അപ്ഡേറ്റുകളും
പ്രവാസി സാമ്പത്തിക നിയമങ്ങളും യഥാസമയം അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.